തൃത്താലം പ്രതികാരദാഹിയായി എതിർപ്പോക്ക് തുടങ്ങി. എതിർപ്പോക്ക് എന്ന് പറഞ്ഞ ആ വളവിൽ അവിടെ വെച്ചിട്ടാണ് തൃത്താലം രാഘവന്റെ പ്രേതം എതിർപ്പോക്ക് നടത്തുന്ന സ്ഥലമാണത്. ചൊവ്വാഴ്ചകളില് ആരെങ്കിലും കണ്ട അതാണ് എതിർപ്പോക്ക് തന്നെ. സ്വരൂപ ഓ ഓ ഓ 2000 ആയിക്കോട്ടെ, അതാ നന്നാവുക. 2000 ആവുമ്പോ ആജീവനാന്ത രക്ഷ, 500 ആയ 6 മാസം രക്ഷ കിട്ടുള്ളൂ. അയ്യോ, എനിക്കൊരു 4 മാസത്തെ മതി. തൃത്താലം രാഘവനാണ്. അല്ലെ, 4 മാസം കഴിഞ്ഞ് ഞാൻ ഗൾഫിലോട്ട് പോകും. ഫ്ലൈറ്റിൽ കയറിയ ചരിത്രമുണ്ട്. 2000 നന്നാവുക, പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറയാനുള്ള പറഞ്ഞു. ആണോ, 2000 മതി. നന്നായി പ്രാർത്ഥിക്കാം. ഇത് 100 അല്ലേ, 2000 എടുക്ക. തൃത്താലം രാഘവനാണ്. കച്ച വെള്ള പച്ചക്കറി. യാ കള്ള സുഖതാട്ടാ, എന്നെ ഇന്നലെ എന്ത് പേടിപ്പിക്കലാ പേടിപ്പിച്ചത്. രാത്രി ബെറലും പനിയും, ഉറങ്ങിയിട്ടേയില്ല, ഒരു പോളെ കണ്ണടച്ചിട്ടാ ഇവിടെ വന്നിരിക്കുന്നല്ലേ. നല്ല ആളെന്നെ. സുഖതാട്ടാ, സുഖതാട്ടാ, എന്താ പറ്റി? ഇന്നലെ രാത്രി ഒറ്റയ്ക്ക് പോയിട്ട് വന്നപ്പോ എന്തോ കണ്ട് പേടിച്ചെന്നാണ് തോന്നുന്നത്. അതിനുശേഷം ഇങ്ങനെയാണ്. ഇത്രയും ധൈര്യമില്ല സുഖതേട്ടൻ പേടിച്ച് പറക്കുന്നല്ലേ. ഇത് സുഖതേട്ടൻ എന്നെയാ. പിന്നാര്? അത് സുഖതേട്ടൻ എന്നെയോ അല്ലയോന്ന് എനക്കറിയാം. നീ പറയുന്ന ചോദിക്കും. സത്യം പറയണം സുഖതേട്ടാ. സുഖതേട്ടാ, ഓ രേഷ, ഇതെന്തിനാ വിളിച്ചേറി? എനിക്ക് എന്താണ് നമ്മ വിചാരിക്കുമ്പോല്ല, അകത്ത് വേറെയും പുറത്ത് വേറെയും എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്നലെ രാത്രി അങ്ങനത്തെ സംഭവിച്ചു. പക്ഷെ ഇത് സുഖതാട്ടനാ. ജീവന് ജീവനെ എന്റെ സുഖതാട്ടാ, എന്തെന്നീ പറ്റിയത്? വല്ലാത്തൊരവസ്ഥയാണ് ഇന്നലെ ഉണ്ടായത്. ഞാനേ നമ്മളെ സാധാരണ എന്താ അമ്മാവനുണ്ടല്ലോ, നിങ്ങളെ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ല ഇന്നല, കേടെയോ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇല്ല സ്വത്തെല്ലാം പറ്റിയ സ്വർണ്ണാക്കിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട്. ആ ജീവനുണ്ടാവും നമുക്ക് 1 ഉറുപ്പ്യ തന്നിട്ടാ, ഒറ്റ ഉറുപ്പ്യ തന്നിട്ടാ. അപ്പൊ അതാ കുഴിച്ചിട്ടത് എടുത്താല് നമ്മ രക്ഷപ്പെടും. കുറെ കാടാന്ന് കിട്ടാ. ടോക്കൺ ഉണ്ടാ? കുറെ താൻ പോയിട്ടുണ്ടാ? ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞു. അതെയാ? ഓ അത് ശരി. എനിക്കെണ്ണി നോക്കാം. 2000 പോകാൻ പറ്റേ? ഒരു പോകാൻ 2000 ഇല്ലേ? ആ, എഴുന്നേറ്റോളാ. എല്ലാം നന്നായി വരും, എല്ലാം നന്നായി വരും.
കടക്ക. ഒന്നോളാ മോനെ മോനെ സുഖതാട്ടല്ല അത് വിറച്ചിട്ടിരിക്കേലിന്ന് എനക്ക് കൂട്ട സ്വർണ്ണം എവിടെയില്ലെന്ന് അറിയാൻ വേണ്ടിട്ട് പെട്ടെന്ന് വരാം മോനെ സാറില്ല ഓറെ ഏതായാലും അങ്ങനത്തെ ഒരു അബോധാവസ്ഥയിലല്ലേ ഇരുന്നോട്ടെ എത്ര സമയം ഇരിക്കും അല്ല സ്വാമി ആ അതല്ല അവരാണ് പോകേണ്ടത്. ആയിക്കോട്ടെ ആരായി വർഷമല്ല നിങ്ങളല്ലേ നേരത്തെ വന്നത്? എല്ലാത്തിനും ഭ്രാന്താണ്. നല്ല തിരക്കായോണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. ഔ. നിൽക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് പോലെ ചെറിയ പക്ഷെ ശ്വസിച്ച അതെന്റെ അമ്മാവൻ മരിച്ചുപോയി 60 മോൻ കാണുന്നു. അപ്പൊ മരിക്കുന്നതിന് മുമ്പേ മൂപ്പർ കുറെ സ്വത്തുണ്ടായി. അതെല്ലാം പൊന്നാക്കിയിട്ട് ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇതാരോടെ പറഞ്ഞിട്ട അമ്മാവന്റെ ഈ പോക്കുവരവ് വില്ലേജില് ഇത് പരുത്ത് പോക്ക്, എതിർപ്പോക്ക്. ഇത് പോക്ക് മുഖാമുഖം കണ്ടിട്ട് അമ്മാവ സ്വർണ്ണ കട ആ കുഴിച്ചിട്ടിന് മരുമോരോടങ്ങ് പറയും. അത് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്ഥലം കണ്ട കുഴിച്ചിട്ട് ഇത് എടുക്കാലോ. പിന്നെ അതാ കഴിഞ്ഞ അവിടെ തന്നെ അമ്മാവനെ ഒന്നും കൂടെ കൊന്നേക്കണം. അമ്മാവനെ താങ്കളുടെ ദേഹത്ത് കയറ്റണം, എതിർപ്പോക്ക് നടത്തണം. അമ്മാവനെ കൊല്ലണം. നല്ല ക്രിയകൾ വേണ്ടി വരും. എന്ത് ക്രിയോ പ്രക്രിയ അമ്മാവൻ ഉറങ്ങിക്കിടക്കുന്നു. അമ്മാവനെ ഉണർത്തി താങ്കളുടെ മേത്ത് എതിർപ്പോക്ക് നടത്തണം. എത്ര കാണും കുഴിച്ചിട്ട സ്വർണം? പൊന്നങ്ങനെ ചെറിയ പൊന്നാതെ ഒരു 50 ലക്ഷത്തിന്റെ കാണും. കടമെല്ലാം തീരട്ടെ എന്റെയും. എങ്ങനെ അമ്മാവന്റെ പേര് വേലായുധൻ. ജന്മനക്ഷത്രം കുംഭം. കുംഭം മാസമല്ലേ? നക്ഷത്രം പറയൂ. ചിത്തിര. കുംഭത്തിൽ ചിത്തിര. അതെ. കടലിനക്കരെ പോണവര് കാണാ പൊന്നിര് പോയൊരു. ഓഹോ. വേലായുധൻ, 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 കളിക്കണ്ട ഒട്ടങ്കി കിടക്കവിടെ. അമ്മ ആരാന്റെ അടി കൊള്ളാൻ നിക്കല്ല, സത്യം പറ. ഓ നടക്കും നടക്കും. പൊട്ടിപ്പോയി. വേലായുധന്റെ കളിയാണ്. ഒരു പണി ചെയ്യാ, ഒരു 500ന്റെ 100 പൊതി ദക്ഷിണയായിട്ട് അങ്ങോട്ട് സമർപ്പിക്കുക. 500 കണക്കിലെത്ര പ്രാഗമ്യരല്ല. എത്ര വരും? 50,000. ഓ കുറക്കണം. ഇതെന്ത് കഷ്ടകാലത്ത് കിട്ടിയിട്ടെങ്കിൽ 50 ഉറുപ്പ്യ പോയില്ലേ? 50,000 കേറുന്നത്. കുറക്ക് പാവപ്പെട്ടവരാ. കുറക്കില്ല. എനിക്ക് ശാപ്പിടാനല്ല, ദ്രവ്യങ്ങൾ വാങ്ങണം. പൂജ ഉണ്ട്. ഒരുപാട് തന്ത്രിമാരെ പുറത്തുനിന്ന് ഇറക്കണം. ഞാനേ പലിശക്ക് എടുത്തിട്ട് തരാം. വേണ്ടേ? പലിശക്ക് എടുത്ത് പൂജ നടത്തിയ ഫലിക്കില്ല. ഓ ഞാനൊരു വിദ്യയോട് പറയാം. പറഞ്ഞോളൂ. ഇവിടെ 0% EMI ഉണ്ട്. ആധാറും പാൻ കാർഡും ഉണ്ടോ? ആധാരം ഇല്ല. ആധാറുണ്ട്. ആധാറും പാൻ കാർഡും വാട്സപ്പ് ചെയ്യാ. അതില് 0% EMI ഉണ്ട്. സുരാജ് ഫൈനാൻസില്ലേ, സർവീസ് ചാർജ് ആയിട്ട് ഒരു 1000 രൂപ മാത്രം അടക്കുക. അയ്യോ, എല്ലാം ടെക്നോളജി എല്ലാം മാറിയല്ലേ? എല്ലാം മാറി. ഇന്ന് തന്നെ ലിങ്ക് ചെയ്യാ. ഫോൺ നമ്പറിൽ ഒരു OTP വരും. അത് കൃത്യമായി പറഞ്ഞു കൊടുക്കുക, കൃത്യമായി അടക്കുക. അടച്ചു തീരുമ്പോ നമുക്ക് വലിയ പൂജ വേറെയും നടത്താൻ ലോൺ എടുത്തോണ്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് പോവുക. ആ 100ന്റെ ഒരു ചരട് എടുത്ത് കൊടുക്ക. ഒരു ചരട് കെട്ടിക്കോളൂ. ഒന്നല്ല 3 എത്ര ഇവിടെ പേഷ്യൻസ് ഉള്ളതാണ്. ആരാ ദേഹത്ത് കയറണെന്ന് പറയാൻ പറ്റില്ല. കേട്ടരുത്. നമുക്ക് വേലായുധനല്ലേ വേണ്ടത്. വേലായുധ പ്രജ
എത്ര പൊതി വാങ്ങിന്ന് ആരോടും ഉരിയാടാൻ നിൽക്കണ്ട. എന്നോട് പോലും ഞാൻ ഉരിയാടൂല. ധൈര്യമായിട്ട് പോവുക. ആ അമ്മാവന്റെ അനുഗ്രഹം മേടിച്ചോളൂ. ഇങ്ങോട്ട് തരിക. അയ്യോ ശരി മറ്റേ സാധനം എന്തായി കാണിക്കണേ? എന്റെ ഒരു ഓർമ്മയില്ല പെട്ടെന്ന്. പോയിക്കളാ. സുഖേട്ട കുറച്ച് പൈസ എടുക്കാനുണ്ടാവോ? ആരോട് പറയുന്നു? എന്തൊരു പോക്കർത്തയുടെ അവൻ പറയണത്? ഒരാൾ സുഖമല്ല വന്നിരിക്കുമ്പോ ഇങ്ങനെയാണ് പറയണത്. ഹലോ, ആ സാറേ, മനസ്സിലായി. ഞാൻ അടച്ചോളാം. ഇതെപ്പോഴും പറയണ പോലെയല്ല സാറേ. അതൊന്നിച്ച് തീർക്കണമെങ്കിൽ എത്ര രൂപ ആവും? NP ആയി കിടക്കുകയാണ്, ഞാൻ കൃത്യമായിട്ട് അടച്ചിട്ടില്ല. അതൊക്കെ എനിക്കറിയാം. അതൊന്നിച്ച് 20 ലക്ഷം. 20 ലക്ഷം ഒന്നിച്ച് കൊണ്ടുവന്ന് അടച്ചോളാം. നാളെ തന്നെ അടച്ചോളാം. പഴയ പോലെയല്ല, എനിക്കിപ്പോൾ വരുമാനമുണ്ട്. ഞാൻ സാർ ഉദ്ദേശിക്കുന്ന പൊസിഷനിലല്ല. ഇനി ഈ നിലയിൽ എന്നോട് സംസാരിക്കണ്ട. 20 ലക്ഷം രൂപ ബാങ്കിലെത്തും കേട്ടാ. ആ ഇങ്ങോട്ട് വരിക. മൂപ്പരെ ഒന്നും ഉരിയാടില്ല. പുറത്ത് ആളുണ്ട്, വിളിക്കണോ? വേണ്ട. എതിർപോക്ക് കിട്ടിയവരെ മാത്രം അകത്തോട്ട് കയറ്റുക, ബാക്കിയുള്ളവരെ അകറ്റി നിർത്തുക. കേട്ടോ, ഒരു താക്കം കൊടുക്ക. ഒരാട്ടം ഉണ്ട്, ഒരു താക്കം കൊടുക്ക. എതിർപോക്കാണ്. പിന്നെ ചക്കരെ ബാങ്കിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായി ലോൺ അടക്കാത്തതിനെ. അപ്പൊ നമ്മുടെ കട്ടിന്റെ അടിയിൽ 500-ന്റെ നോട്ട് കെട്ടിവെച്ചാണ് ചാക്കില്ലേ, 200-ന്റെയും 100-ന്റെയും വേറെ ചാക്കിലില്ലേ, അതിൽ നിന്ന് 500-ന്റെ ചാക്ക് എടുത്തിട്ട് ഒരു 20 ലക്ഷം രൂപ കൊണ്ടുപോയി ബാങ്കിൽ അടക്കണം. ഞാനൊരു ALS തരാം. അതാ ക്യാഷ് കൗണ്ടറിന്റെ അടിയിലോട്ട് തട്ടിയിട്ട് ബാങ്ക് നശിച്ചു പോകട്ടെ. നാം കാണുന്നു തൃത്താലൻ രാഘവന്റെ എതിർപോക്കാണ്. സങ്കടപ്പെടണ്ട, ഒഴിവാക്കാം, ഒഴിവാക്കി തരാം. ദുരാത്മാവേ! എന്താ പേര് പറഞ്ഞത്? സുഗതനാണ്. സുഗത, ഭയപ്പെടണ്ട, ഒഴിവാക്കാം. അട്ട പിടിക്കുന്നത് പോലെ പിടിച്ചിട്ടുണ്ട്. വിടാൻ പ്രയാസം. രാത്രി ഇറങ്ങി നടന്നൂലേ? ഒരു പണിയാ, ഒരു 500-ന്റെ 41 പൊതി ദക്ഷിണയായിട്ട് വെക്കുക. നമുക്ക് കർമ്മങ്ങൾ അങ്ങനെ തുടങ്ങാം. മൂലെടുക്കുക, 200 കൂടിയതെടുക്കുക. എപ്പോഴും നിറയിപ്പിക്കണോ? താലം വാങ്ങ കൈ വരുന്നുണ്ടല്ലോ. അടങ്ങാൻ ദേഹം വിട്ട് പോകാൻ. എന്റെ ഈ വിരലിൽ ചലിക്കുന്നതിനനുസരിച്ച് നിങ്ങളെ കണ്ണ് ചലിക്കണം കേട്ടോ. മാറ്റല്ലേ? ഞാൻ മാറ്റും, നിങ്ങൾ കണ്ണാ മാറ്റണ്ടേ. അതെ. ആ
നല്ല മാറ്റമുണ്ട്. നിങ്ങൾ തോന്നിയില്ലേ? നിങ്ങൾ ഈ സംഭവം നടന്ന ദിവസേ മദ്യപിച്ചു നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ കഞ്ചാവും വലിച്ചേനി അല്ലേ? എന്റെ കപ്പലി വലിക്കണേ. ഓ, പെങ്ങൾ അറിയിച്ചാ ഞങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. സാറേ അതെ, ആ. അതന്ന് എന്റെ ഒരു സുഹൃത്ത് ഇല്ലീഗലായിട്ട് ഈ സാധനം തന്നു. അപ്പൊ ഞങ്ങൾ ഇതുവരെ അത് വലിച്ചിട്ടില്ല. അപ്പൊ അത് എന്താന്ന് അറിയാൻ ആദ്യമായിട്ട് വലിച്ച് എന്താന്ന് അറിയാൻ വേണ്ടിട്ടേ 2 പുക മതിയല്ലോ. ഇതിലധികോ ആദ്യമായിട്ട് വലിക്കുമ്പോ 2 വലിയൊക്കെ ധാരാളാ. മൂർധാവിലേക്കാ കയറുക. അല്ല ഡോക്ടറെ, ഈ തെക്കേ പറമ്പിൽ വെച്ച് തന്നെ വണ്ടി കേടായി പോയില്ലേ? അപ്പൊ അതെന്തായിരിക്കും? എന്താ കാരണം? അത് പെട്രോൾ തീർന്നായിരുന്നു. ഉണ്ടോ? പെട്രോൾ. അപ്പൊ നിങ്ങളെ സമയദോഷം കൊണ്ട് ആടെ എത്തിയിട്ട് വണ്ടിന്റെ പെട്രോൾ തീർന്ന് നിങ്ങള് പറമ്പിലൂടെ നടന്ന്. നിങ്ങൾക്ക് പേടിയുള്ള പറമ്പാ അല്ലേ? കുട്ടിക്കാലം മുതൽ നിങ്ങളെ മുത്തശ്ശി നിങ്ങൾക്ക് പറഞ്ഞു തന്ന കഥകളൊക്കെ അപ്പം നിങ്ങളെ മനസ്സിലേക്ക് ഇങ്ങനെ വരിക. അതിലിങ്ങനെ നടക്കുമ്പോൾ കുറുക്കൻ്റെ ഒരു ഓലിയിടല്, കൂമന്റെ മൂളല്, കാലം കോയി കൂണ്. അപ്പോഴേക്ക് ഈ കഞ്ചാവ് എന്ന് പറഞ്ഞ സാധനം നിങ്ങളെ തലച്ചോറിൽ കണ്ട് പ്രവർത്തിച്ചു തുടങ്ങി. നിങ്ങൾക്ക് പ്രേതം എന്നുള്ള ചിന്ത വന്ന്. ഇതിനെന്താ പറയുന്നറിയോ? ഹാലൂസിനേഷൻ. അതാണ് വിഭ്രാന്തി. അതാ അതിന്റെ മലയാളം. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് തോന്നുക. അതാണ് നിങ്ങൾക്ക് അന്ന് ഉണ്ടായത്. അന്ന് നിങ്ങൾ ശരിക്കും കഞ്ചാവ് അടിച്ചില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കള്ളും കുടിച്ച് കഞ്ചാവും, ഇത് 2 ലഹരിയാണ്. ആ തീരെ അടിക്കാത്ത ആൾക്കാർ ഇത് അടിക്കുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, സ്വാഭാവിക. ഡോക്ടറെ, അപ്പൊ ശരിക്കും പ്രേതം ഉണ്ടോ? അപ്പൊ ഞാൻ എന്നോട് ഇത്രയും നേരം പറഞ്ഞ അലൂസിനേഷൻ ഒന്നും എനിക്ക് മനസ്സിലായില്ലേ? എടോ, അങ്ങനെ ഒരു സംഭവമില്ല. വിഭ്രാന്തിയാണ്, തോന്നലാണ്. ഈ അയഞ്ഞ കൂട്ടുകെട്ടുന്ന മൂപ്പര് ആദ്യം രക്ഷപ്പെടുത്തുക. ഒരു വസ്തുനും കൊള്ളാത്ത ചില കൂട്ടുകാർ മൂപ്പർക്കുണ്ട്. അത് വേണ്ട, നല്ലത് മതി. ചീഞ്ഞതൊന്നും വേണ്ട നമുക്ക് കേട്ടോ. പിന്നെ എനിക്ക് ആരും ഉണ്ടാവില്ല സാർ. എന്തിനാണ് ചീഞ്ഞതിനെയൊക്കെ കൂടെ കൊണ്ടുനടക്കണം? എന്തിനാണ്? നിങ്ങൾ മാത്രം മതി. പിന്നെന്താ? നിന്റെ ഷാള് അവളുടെ ഷാള് പേടിപ്പിച്ചാൽ നിങ്ങൾ സൈക്കാട്രി ഡോക്ടറല്ലേ ഞാൻ? ഒരു ഷാള് കണ്ടിട്ട് പാമ്പാ വിചാരിക്കുക. ഹലൂസിനേഷൻ തന്നെയാണ്.